ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശപ്പിൻ്റെ മുമ്പിൽ വീഴാതിരിക്കാനുള്ള കാലമാണ് നോമ്പുകാലം. എല്ലാ വിശപ്പും ഉത്തരമർഹിക്കുന്നില്ല. നീതിപൂർവകമല്ലാത്ത വിശപ്പിനോട് നീതിപൂർവകമല്ലാത്ത വഴിയിലൂടെ പരിഹാരം തേടാൻ പാടില്ല. മരുഭൂമിയിലെ പരീക്ഷയിൽ കല്ലുകളെ അപ്പമാക്കാനായിട്ട് പ്രലോഭനമുണ്ടായപ്പം തമ്പുരാൻ എടുത്ത നിലപാട് വളരെ കൃത്യതയാർന്നതാണ്. കാലാന്തരത്തിൽ ആ കല്ല് മണ്ണിൽ ലയിച്ചു ചേർന്ന് വൃക്ഷം അത് വലിച്ചെടുത്ത് അത് പഴമായി ഫലമായി നിശ്ചയമായും അത് അപ്പമായി വിശപ്പിൻ്റെ അന്നമായി രൂപാന്തരപ്പെടും. എന്നാൽ കുറുക്കുവഴികളിലൂടെ നീതിപൂർവകമല്ലാത്ത നിലപാടിലൂടെ വിശപ്പിന് പരിഹാരം തേടാൻ പാടില്ല. നോമ്പനോടും നിങ്ങളോടും ഇത് തന്നെയാണ് പറയണത്. എല്ലാ വിശപ്പുകളും ഉത്തരമർഹിക്കുന്നില്ലെന്നും എല്ലാ വിശപ്പുകളും ഭക്ഷണം കൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ലെന്നും. പക്ഷേ എത്ര സുന്ദരമായിട്ടാണ് നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് ശിഷ്യന്മാർ സമറിയക്കാരിയോട് മിണ്ടിക്കൊണ്ടിരിക്കുമ്പം ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പം മറുപടി പറഞ്ഞതിൻ്റെ പുറകിലും സമാനമായ ഒരു ആത്മീയതയുടെ ഉണർത്തുണ്ട് എന്ന് വിസ്മരിക്കാതിരിക്കാം. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ കാലം കടന്നു പോകുന്ന ഏറ്റവും വലിയ വിശപ്പെന്ന് പറയുന്നത് ഭക്ഷണമില്ലാത്തതിൻ്റെ വിശപ്പല്ല, സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം മൂലമുണ്ടാകുന്ന വിശപ്പാണ്. അതവിടെ നിൽക്കട്ടെ. എങ്കിലും ഈ വിശപ്പെന്ന് പറയുന്ന വിഷയത്തെ തെല്ല് വിവേകത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്ത് കടന്നു പോകുമ്പം ഓരോരുത്തരും തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൻ്റെ ഊട്ടുമേശകളെ വിട്ടിട്ട് എൻ്റെ തന്നിഷ്ടത്തിൻ്റെ ഇടം വിശപ്പിൻ്റെ പരിഹാരമായി തേടാൻ പാടില്ല. ദാമ്പത്യത്തിൻ്റെ ഊട്ടുമേശകൾ വിട്ടിട്ട് സന്യാസത്തിൻ്റെ ഊട്ടുമേശകൾ വിട്ടിട്ട് എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഊട്ടുമേശകളെ വിട്ടുപേക്ഷിച്ചിട്ട് ദൈവമെന്നിലൂടെ സ്വപ്നം കണ്ട സാധ്യതകളുടെ ഊട്ടുമേശകളെ വിട്ടുപേക്ഷിച്ചിട്ട് താൽക്കാലികമായ കുറുക്കുവഴിയുടെ തൃപ്തിയിടങ്ങളെ തേടിയാൽ ഈ നോമ്പുകാലം കഴിയുമ്പം സങ്കടം മാത്രം എനിക്ക് ശേഷിക്കും. അതുകൊണ്ടാണ് ചില ആത്മീയ ദർശനങ്ങളൊക്കെ വായിക്കുമ്പം അവർ പറയണത്, കച്ചവടത്തിലെ നഷ്ടം പരിഹരിക്കാനായിട്ട് മോഷണം ശീലമാക്കിക്കൂടാ. അതൊരു പക്ഷെ സന്യാസത്തോടും പൗരോഹിത്യത്തോടുമൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലായും കുടുംബജീവിതക്കാരുടെ ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായും ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവൻ്റെയും ഓർമ്മപ്പെടുത്തലായിട്ടും അതിനെ മനസ്സിലാക്കണം. കച്ചവടത്തിൽ നഷ്ടം വന്നത് ബോധപൂർവകമായിട്ടെടുത്തൊരു നിലപാടും ഒരു സ്റ്റെപ്പുമാണെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മോഷണം ശീലമാക്കരുത്, അപകടകരമാണ്. ഒടുവിൽ ആത്മസമർപ്പണത്തിൻ്റെ മേശയിൽ നിന്ന് ഉണ്ണാതെ പുറത്തു പോയിട്ടുണ്ടെന്ന അപകടകരമായൊരു ശൈലി. സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞില്ലേ, ദൈവമേ നീ എന്നിലായിരുന്നു, ഞാൻ നിന്നിലായിരുന്നില്ല. ദൈവമേ നീ എന്നിലായിരുന്നു, ഞാൻ നിന്നിലായിരുന്നില്ല. വിശപ്പിൻ്റെ ഈ കാലത്തിൻ്റെ വിളിയോട് ബോധപൂർവകമായിട്ട് നീതിപൂർവകമായിട്ട് നിലപാടെടുക്കാൻ ഈ നോമ്പിലെങ്കിലും നമുക്കാവട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശപ്പിൻ്റെ വിളിക്ക് മുമ്പിൽ നീതിപൂർവക നിലപാടിനായി ഈശോ നമ്മെ സഹായിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.